ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഡീസൽ അടിക്കും, വണ്ടിയും പോകും. KSRTC-യിൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയത് ഒരു തരത്തിലും KSRTC-യെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിക്കുകയില്ല എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ സൂചിപ്പിച്ചത്. തത്സമയം മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം പരിശീലകൻ ജസ്പാൽ റാണ, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. ഡൽഹിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡൽ നേടിയ വ്യക്തിത്വമാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡലും നേടിയ ആ മഹാവ്യക്തിത്വത്തെക്കുറിച്ച് ഓർക്കുന്നു അനുരഞ്ജന കൃഷ്ണ. ഇന്ത്യൻ ഷൂട്ടിംഗ് കായിക രംഗത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട താരമാണ് ഇന്ന് കായിക ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. മാക്സ് സഗീദ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇന്ന് നടന്നത്. മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളൊക്കെ തന്നെ അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. യാത്രയ്ക്ക് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ സഗീദിലെ മാക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികാസ്വസ്ഥത ഇത്ര ഗുരുതരമല്ലായിരുന്നു. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയും ശേഷം ഹൃദയത്തിലെ തടസ്സം നീക്കുന്നതിനായി സ്റ്റെന്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സ്റ്റെന്റ് ഒന്നുകൂടി പുനഃസ്ഥാപിക്കണം എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ആരോഗ്യസ്ഥിതി അന്നേരം തൃപ്തികരമായിരുന്നു. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് തന്നെ വഷളാവുകയായിരുന്നു. ആരോഗ്യസ്ഥിതി വഷളാവുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. 3 പതിറ്റാണ്ടിലേറെ കാലമായി അത്ലറ്റായും കോച്ചായും ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയ്ക്ക് കനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു ഇതിഹാസ താരമാണ് ഇദ്ദേഹം. അത് 3 പതിറ്റാണ്ടിലേറെയായി തന്നെ ഈ കായിക മേഖലയിൽ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കോച്ചായും അത്ലറ്റായും എല്ലാം തന്നെ അദ്ദേഹം കായിക രംഗത്തെ മികച്ച സംഭാവനകൾ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ ഈ മികച്ച സംഭാവനകൾ മുൻനിർത്തി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അർജുന അവാർഡും പത്മശ്രീയും നൽകിയാണ് രാജ്യത്തെ അദ്ദേഹം ആദരിച്ചിട്ടുള്ളത്. 90കളിൽ അന്താരാഷ്ട്ര ഷൂട്ടിംഗ് രംഗത്ത് ഇന്ത്യയുടെ കരുത്തായി മാറിയ റാണ രാജ്യത്ത് ഈ കായിക വിനോദത്തെ അത്രയേറെ ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് എന്നുള്ള കാര്യം പറയാതെ വയ്യ. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ നിരവധി മെഡലുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പിസ്റ്റൾ വിഭാഗത്തിലാണ് ജസ്പാൽ റാണയുടെ നേട്ടങ്ങൾ അത്രയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2006 ദോഹ ഏഷ്യൻ ഗെയിംസിൽ 3 സ്വർണ്ണ മെഡലുകൾ നേടിയ അദ്ദേഹം 25 മീറ്റർ സെൻറ്റർ ഫയർ പിസ്റ്റൾ ഇനത്തിൽ 590 പോയിന്റോടെ ലോക റെക്കോർഡിനൊപ്പം എത്തിയെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മത്സര രംഗത്തു നിന്ന് വിരമിച്ച ശേഷം 2012 മുതൽ അദ്ദേഹം പരിശീലകനായും ഈ രംഗത്ത് തന്നെയുണ്ട്. ജൂനിയർ പിസ്റ്റൾ പ്രോഗ്രാമിൻ്റെ ചുമതല ഏറ്റെടുത്താണ് കോച്ചിങ്ങിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ്. അതുമാത്രമല്ല, ഇന്ത്യക്കായി ഒരു പിടി മികച്ച യുവ ഷൂട്ടർമാരെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. റാണയുടെ കോച്ചിങ് കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായം ഒളിമ്പ്യൻ മനു ഭാക്കറുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പരിശീലന തന്ത്രങ്ങളുടെ മികവിലാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ 2 വെങ്കല മെഡലുകൾ നേടി ചരിത്രം കുറിക്കാൻ മനു ഭാക്കറിന് പ്രാപ്തനാക്കിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൂടാതെ സൗരഭ് ചൗധരി, അനീഷ് ഭൻവാല, ചിങ്കി യാദവ് തുടങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങിയ നിരവധി താരങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വളർന്നവരാണ് എന്നുള്ളതും പറയേണ്ട കാര്യം തന്നെയാണ്. 2025 ഫെബ്രുവരിയിൽ നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൻ്റെ ഹൈ പെർഫോമൻസ് കോച്ചായി നിയമിച്ചിരുന്നു. മരണം വരെ, അതിനുശേഷം ഈ ആരോഗ്യസ്ഥിതിയൊക്കെ വഷളാവുന്നത് വരെ അദ്ദേഹം ഈ പദവിയിൽ തന്നെ സജീവമായി തുടർന്നിരുന്നു. എന്തായാലും ഇന്ത്യൻ കായിക ലോകത്തെ തന്നെ ഒരു ഷൂട്ടിംഗ് ഇതിഹാസ താരം എന്ന് പറയേണ്ട ഒരു താരം തന്നെയാണിന്ന് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ വയ്യ. ശരി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലമ്പൂർ കരുളായിയിലെ പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് ലഭിച്ച നഷ്ടപരിഹാരമായ 8 ലക്ഷം രൂപ തട്ടിയെടുത്തതായിട്ട് പരാതി വന്നിരിക്കുകയാണ്. ആ പരാതി അടക്കമുള്ള വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.